തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിലെ നാടകീയതകൾക്കും കൂറുമാറ്റത്തിനും പിന്നാലെ കർശന നടപടിക്കൊരുങ്ങുകയാണ് രാഷ്ട്രീയ കക്ഷികൾ. തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJP ചേർന്ന 8 വാർഡ് അംഗങ്ങളെയും 2 വിമതരെയും അയോഗ്യരാക്കാനുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്ന് DCC പറഞ്ഞു. തിരുവനന്തപുരത്തെ നാവായിക്കുളത്ത് LDF പിന്തുണയോടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെക്കണമെന്ന് DCC നേതൃത്വം ആവശ്യപ്പെട്ടു. ആലപ്പുഴ പുളിങ്കുന്ന് പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം നൽകാത്തതിനെ തുടർന്ന് LDFിനൊപ്പം ചേർന്ന മുതിർന്ന അംഗം ഔസേപ്പച്ചൻ വെമ്പാടം തറയെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു എന്ന വാർത്തയും വരുന്നു. ഈ നാവായിക്കുളത്ത് നിന്ന് റിനു ശ്രീധർ ചേരും, പെരിയയിൽ നിന്ന് അരുൺ പാറക്കലുണ്ട്, അതുപോലെ തിരുവാലിയിൽ നിന്ന് സമീർ ബിൻ കരീം, അഗളിയിൽ നിന്ന് ഐഷത്തുൽ ഷംന, പുളിങ്കുന്നത്ത് നിന്ന് അശ്വിൻ പാലാഴി, മറ്റത്തൂരിൽ നിന്ന് സൂരജ് സജി എന്നിവർ ചേരുകയാണ്. ആദ്യം നാവായിക്കുളത്തേക്കാണ് നമ്മൾ പോകുന്നത്. റിനു ശ്രീധർ, അവിടെ എന്തൊക്കെ നാടകീയതകളാണ് അരങ്ങേറിയത്? ഗുഡ് മോർണിംഗ്. നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ വലിയ രീതിയിലുള്ള തർക്കം ആദ്യം മുതലേ ഉടലെടുത്തിരുന്നു. തുടർന്ന് കോൺഗ്രസ് മൃഗീയ ഭൂരിപക്ഷത്തോടെ 24 ആണ് കക്ഷിനില, അതിൽ 12 സീറ്റുകൾ കോൺഗ്രസ് നേടി മൃഗീയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 6 സീറ്റ് LDFും 6 സീറ്റ് BJPയും നേടി. എന്നാൽ കോൺഗ്രസിനകത്ത് അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി വീണ്ടും തർക്കമുണ്ടാകുന്നു. DCC ഇടപെടുന്നു. പക്ഷേ ഒരു തലത്തിലും ആ തർക്കം പരിഹരിക്കുവാൻ വേണ്ടി കഴിഞ്ഞില്ല. തുടർന്നാണ് KPCCക്ക് കൈമാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. KPCCയും ഇടപെട്ടിട്ട് പോലും ആ തർക്കം പരിഹരിക്കാൻ വേണ്ടി പോകുന്നില്ല. പ്രാദേശിക തലത്തിലുള്ള ഗ്രൂപ്പ് പോരാണ് ഇതിന് കാരണമായി വന്നത്. പ്രാദേശിക തലത്തിൽ 2 പേരെ ജിഹാദ് അതുപോലെ തന്നെ നിസാം എന്നീ 2 രണ്ടുപേരും കോൺഗ്രസ്സുകാരാണ്. 2 പേരെയും ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. അതിൽ ജിഹാദിന് 2.5 വർഷം അതുപോലെ തന്നെ നിസാമിന് 2.5 വർഷം കൊടുക്കാമെന്ന ഒരു തീരുമാനത്തിലെത്തുന്നു. പക്ഷേ അതിലും ഒരു അന്തിമ തീരുമാനം എത്തുന്നില്ല. ആദ്യം ആർക്ക് കൊടുക്കും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. പക്ഷേ ആദ്യം ഒരു വിഭാഗം ഔദ്യോഗികമായി തന്നെ നിസാമിനെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇത് ജിഹാദിന്റെ പക്ഷത്തിനും അംഗീകരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ 12-ൽ ജിഹാദിന്റെ പക്ഷക്കാരായിട്ടുള്ള 4 പേർ UDFിൽ നിന്ന് വിമതനായി മത്സരിച്ച 2 പേർക്ക് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനം അവരെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ 6 സീറ്റ് അവർക്കുണ്ടാകുന്നു. ഒപ്പം LDF 6 സീറ്റ്, ആ LDF കൂടി അവരെ പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. അങ്ങനെ മൃഗീയ ഭൂരിപക്ഷം നേടി LDFിന്റെ പിന്തുണയോടെ UDF വിമതർ ഇപ്പോൾ അവിടെ ഭരണത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. നിലവിൽ ഈ പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയ UDF വിമതരെ ഇടപെട്ടുകൊണ്ട് അവരോട് സംസാരിച്ചുകൊണ്ട് അവരെ രാജിവെപ്പിച്ചുകൊണ്ട് UDF തന്നെ ഭരണത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടിലേക്ക് പോകുന്നു. ഒപ്പം ഈ 12-ൽ 4 പേർ ചാടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കുമെന്നൊക്കെ തന്നെ പറയുമ്പോഴും 2 പക്ഷത്തെയും കേട്ടുകൊണ്ട് ഒരു സമവായത്തിലൂടെ പഞ്ചായത്തിനെ തിരികെ പിടിക്കുവാൻ 6 മാസത്തിനുള്ളിൽ തിരികെ പിടിച്ചുകൊണ്ട് ഭരണം ഏറ്റെടുക്കുക എന്നുള്ള നിലപാടിലേക്കാണ് പോകുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ പ്രാദേശിക തലത്തിലുള്ള വലിയ തർക്കം KPCC ഇടപെട്ടിട്ട് പോലും അത് പരിഹരിക്കപ്പെടാൻ വേണ്ടി കഴിഞ്ഞില്ല. അത് തന്നെയാണ് പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് എന്നുള്ളതാണ് നിലവിൽ നേതൃത്വം വിലയിരുത്തുന്നത്. ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഇതിൽ ഉണ്ടാകും എന്നുള്ളതാണ് KPCC നിന്ന് പോലും ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.